ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സെൻറ്റൻസുകൾ എങ്ങനെ തെറ്റിക്കാതെ സംസാരിക്കാം അല്ലേ, ഓരോ ഓരോ സിറ്റുവേഷനിൽ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എന്താണ് നിങ്ങൾക്കറിയാം, ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ക്യാ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ എവിടെയൊക്കെയാണ്, ഓക്കെ, അതൊക്കെ നമുക്കിന്ന് നോക്കാം. ക്യാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നാണ് അല്ലേ. നമുക്ക് എങ്ങനെയൊക്കെ ക്യാ ഉപയോഗിക്കാം, ഓക്കെ, യൂസേജ് എങ്ങനെയാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ഒന്നിൽ കൂടുതൽ. ഓക്കെ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ക്യാ എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് ആദ്യത്തത് വോ ചലാ ഗയാ. ഇപ്പോൾ ഈ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആണ് അല്ലെ, ഒരു മെയിലിനെ കുറിച്ചാണ്. വോ ചലാ ഗയാ, നവീൻ ചലാ ഗയാ, നവീൻ പോയി. വോ ചലാ ഗയാ, അവൻ പോയി അല്ലെ. വോ ചലാ ഗയാ. അപ്പം ക്യാ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇത് അവൻ പോയി എന്നല്ലേ. അപ്പോൾ നമുക്ക് അവൻ പോയോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഈ ക്യാനെ നിങ്ങൾ പ്രിഫിക്സ് ആയിട്ട്, ആ സെൻറ്റൻസിൻ്റെ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കൂ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ക്യാ എന്നങ്ങ് ഉപയോഗിച്ച് നോക്കിയേ. ക്യാ വോ ചലാ ഗയാ, അവൻ പോയോ. ക്യാ വോ ചലാ ഗയാ, അവൻ പോയോ. നമ്മൾ ഈ ക്യാ നിങ്ങൾ സഫിക്സ് ആയിട്ട് ഉപയോഗിച്ച് നോക്കിയേ. വോ ചലാ ഗയ ക്യാ, വോ ചലാ ഗയാ ഹേ ക്യാ എന്ന് വരും. ഓക്കെ, ഹേ ക്യാ എന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ വോ ചലാ ഗയ ഹേ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്, വോ ചലാ ഗയ ക്യാ. അങ്ങനെ നമ്മൾ ചോദിക്കുക, നമ്മൾ നാടൻ ഭാഷയിൽ ചോദിക്കുമ്പോൾ വോ ചലാ ഗയ ക്യാ, വോ ചലാ ഗയ ക്യാ എന്ന് ചോദിക്കും. ഓക്കെ, അതായത് അവൻ പോയോ, എന്ന് അവൻ പോയോ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കൂ, ആ ക്യാ നമ്മൾ അവസാനം ചേർത്തു അല്ലേ. എന്തോ അവൻ പോയോ എന്നാൽ എന്ത് അവൻ പോയോ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് അവൻ പോയോ എന്തോ. അപ്പോൾ ക്യാ വോ ചലാ ഗയാ, അവൻ പോയോ. ക്യാ വോ ചലാ ഗയ ക്യാ അല്ലെങ്കിൽ വോ ചലാ ഗയ ക്യാ, അവൻ പോയോ എന്നാണ് അർത്ഥം. ഇപ്പോൾ വോ ചലി ഗയി നിങ്ങൾക്കറിയാം, അവൾ പോയി. ഇപ്പോൾ അവളെക്കുറിച്ച് പറയുകയാണ്, വോ ചലി ഗയി എന്ന് പറഞ്ഞാൽ അവൾ പോയി. അവൾ പോയോ നമ്മളെങ്ങനെ ചോദിക്കും, വോ ചലി ഗയി ഹേ ക്യാ. ഇവിടെ ഹേ ഉണ്ട് കേട്ടോ, നിങ്ങൾ ഞാനത് ചെയ്യാം, ആക്ച്വലി അത് മറന്നുപോയി. ഓക്കെ, ഇവിടെ ഹേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വോ ചലാ ഗയാ ഹേ ക്യാ എന്ന് നമ്മൾ അവസാനം ആഡ് ചെയ്തു അല്ലേ. ഇവിടെ എന്തായി, ക്യാ വോ ചലി ഗയി, ക്യാ വോ ചലി ഗയി അല്ലെങ്കിൽ വോ ചലി ഗയി ഹേ ക്യാ. അപ്പോൾ അവൻ പോയോ അല്ലെങ്കിൽ അവൾ പോയോ നമ്മളെങ്ങനെ ചോദിക്കുന്നത്, ആ ക്യാ ഒന്നെങ്കിൽ ഇനീഷ്യലി ആഡ് ചെയ്യും അല്ലെങ്കിൽ എൻഡിൽ ആഡ് ചെയ്യും. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ക്യായുടെ പ്രശ്നം സോൾവ് ആയി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഓക്കെ, വോ ക്യാ കർ റഹാ താ, വോ ക്യാ കർ റഹാ താ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുകയായിരുന്നു. വോ ക്യാ കർ റഹാ താ, ഈ താ വന്നു കാരണം എന്താണ്, ഈ വഹ് അവനാണ്. വോ ക്യാ കർ റഹാ താ, വോ ക്യാ കർ റഹാ താ വോ, നമുക്ക് അങ്ങനെയും പറഞ്ഞൂടെ. ഈ ക്യാ കർ റഹാ താ ക്യാ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്തു. അപ്പോൾ ക്യാ കർ റഹാ താ വോ, അവൻ എന്ത് ചെയ്യുകയായിരുന്നു. വോ ക്യാ കർ രഹി തീ, അവൾ എന്ത് ചെയ്യുകയായിരുന്നു. ഈ വ എന്താണ്, അവളാണ്. തീ വന്നു. വോ ക്യാ കർ രഹി തീ, അവൾ എന്ത് ചെയ്യുകയായിരുന്നു. ക്യാ കർ രഹി തീ വോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ക്യാ നമുക്കൊന്നെങ്കിൽ പ്രിഫിക്സിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സഫിക്സിൽ ആഡ് ചെയ്യാം, ഇടക്കും ആഡ് ചെയ്യാം, ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി, ക്യാ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. ക്യാ മേ ജാവും, ഞാൻ പോവണോ, ഞാൻ പോയിക്കോട്ടെ എന്ന് നമുക്ക് അങ്ങനെ ചോദിക്കാം. ക്യാ മേ ജാവും, ഞാൻ പോയിക്കോട്ടെ. അല്ലെ ക്യാ മേ ജാവും, ഞാൻ പോവണോ. ക്യാ മേ ജാവും, ഞാൻ പോകണോ. മേ ജാവും ക്യാ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? തെറ്റില്ല. അപ്പോൾ അടുത്ത് നോക്കാം, തൂ ക്യാ കർത്താ ഹേ എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു എന്നാണ് അല്ലേ. അത് എൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിലൊരു മെയിലാണെങ്കിൽ തൂ ക്യാ കർത്താ ഹേ എന്ന് ചോദിക്കും ഞാൻ അല്ലേ. സപ്പോസ് ഫ്രണ്ടിൽ ഒരു ഫീമെയിലാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും, തൂ ക്യാ കർത്തി ഹേ അല്ലേ, നീ എന്ത് ചെയ്യുന്നു. തൂ ക്യാ കർത്തി ഹേ, ഞാൻ ആരോടെ ചോദിക്കുന്നത്, സ്ത്രീയോടാണ് ചോദിക്കുന്നത്. ബട്ട് ഞാനൊരു മെയിലാണ്. അപ്പോൾ അങ്ങനെ കുറേ തെറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാറുണ്ട്, നിങ്ങൾ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തൂ ക്യാ കർത്താ ഹേ, നീ എന്ത് ചെയ്യുന്നു, അതൊരാണോട്. തൂ ക്യാ കർത്തി ഹേ, അതൊരു സ്ത്രീയോട് ചോദിക്കാൻ തൂ ക്യാ കർത്തി ഹേ. അത് സ്ത്രീ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ചോദിക്കുന്നത് ആരും ആയിക്കോട്ടെ.
പക്ഷെ ചോദിക്കുന്ന ആരാണോ അത് ഓപ്പോസിറ്റ് ആരാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തൂ തും ആപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. തും ക്യാ കർത്തേ ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. ടീക്കെ, ആപ് ക്യാ കർത്തേ ഹേ, ടീക്കെ, താങ്കൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, ക്യാ കർത്തേ ഹേ എന്നായി വരും. ഓക്കെ, അപ്പോൾ ഈ 3 രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ക്യാ എവിടെ ആഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ടീക്കെ, നമുക്കിത് ഇങ്ങനെ ചോദിച്ചൂടെ, ക്യാ കർത്താ ഹേ തൂ, തെറ്റുണ്ടോ? ഇല്ല. ക്യാ കർത്തി ഹേ തൂ, തെറ്റില്ല. ടീക്കെ, ക്യാ കർത്തേ ഹോ തും, നിങ്ങൾ എന്ത് ചെയ്യുന്നു. ക്യാ കർത്തേ ഹേ ആപ്പ്, താങ്കൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനെ പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ഇടയ്ക്കോ ചേർത്തോ ഒരു തെറ്റുമില്ല. ഓക്കെ, നെക്സ്റ്റ്, ക്യാ തു ജായേഗാ, ക്യാ തു ജായേഗാ, നീ പോവുമോ. ക്യാ തു ജായേഗാ, തു ജായേഗേ ക്യാ, തെറ്റുണ്ടോ? തെറ്റില്ല. തു ജായേഗേ ക്യാ, നീ പോവുമോ. അല്ലേ, ക്യാ തു ജായേഗാ, നീ പോവുമോ. ക്യാ തും ജാവോഗേ, അപ്പോൾ ജായേഗ, ജാവോഗേ, ജായെങ്കെ, ഇത് 3 നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് തെറ്റിക്കാതെ നിങ്ങൾ പറയണം. അപ്പോൾ ക്യാ തു ജായേഗാ, നീ പോവുമോ. ക്യാ തും ജാവോഗേ, നിങ്ങൾ പോവുമോ. ക്യാ ആപ്പ് ജായെങ്കെ, നിങ്ങൾ പോവുമോ. ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഞാൻ എങ്ങനെ ചോദിക്കും, ക്യാ തു ജായേഗി. ശ്രദ്ധിക്ക്. ഓക്കെ, ഞാനാണാണ്, ഞാനൊരു മെയിലാണ്, പക്ഷെ സ്ത്രീ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീയല്ലേ. അപ്പോൾ ക്യാ തു ജായകി എന്ന് ചോദിക്കണം, ക്യാ തു ജായക എന്ന് ചോദിക്കരുത്. അത് നമുക്ക് പറ്റുന്നൊരു തെറ്റാണ്, മലയാളികൾക്ക് പറ്റുന്ന തെറ്റാണ്. ആ തെറ്റുകൾ നമുക്ക് തിരുത്തണം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു മെയിലാണ്, അപ്പം ഞാൻ എങ്ങനെ ചോദിക്കും, ക്യാ തു ജായകി എന്ന് ചോദിക്കും. ഓപ്പോസിറ്റ് ഒരു മെയിലാണ്, ഞാനിവിടെ ഇരിക്കുവാണ്, ഞാൻ ചോദിക്കും ക്യാ തു ജായക, അല്ലെ തു ജായകയ്ക്കാ എന്ന് പറഞ്ഞ് പഠിക്കണം. ഓക്കെ, ക്യാ തും ജാവോഗേ, ഓക്കെ, നിങ്ങൾ പോകുമോ. ക്യാ ആപ് ജായെങ്കേ, താങ്കൾ പോവുമോ. ക്യാ ആപ് ജായെങ്കേ, ആപ് ജായെങ്കേ ക്യാ, താങ്കൾ പോവുമോ. ആപ് ജായെങ്കേ ക്യാ, ആപ് ജായെങ്കേ ക്യാ. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പഠിക്കണം, തെറ്റിക്കാതെ പഠിക്കണം. ടീക്കെ, ഇപ്പോൾ നമ്മൾ ക്യാ സഫിക്സിൽ കൊടുത്തു, തു ജായകേ ക്യാ, നീ പോവുമോ. തും ജാവോഗേ ക്യാ, നിങ്ങൾ പോവുമോ. ആപ് ജായെങ്കേ ക്യാ, താങ്കൾ പോവുമോ. ഈ 3 രൂപം നിങ്ങൾ ഇനി തെറ്റിക്കാൻ പാടില്ല. വോ ജായകേ ക്യാ, അവൻ പോവുമോ. ഓക്കെ, ഗാ വന്നു, കാരണം നമ്മൾ അവനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വോ ജായകേ ക്യാ, അവൻ പോവുമോ. വോ ജായകി ക്യാ, അവൾ പോവുമോ. ഓക്കെ, വോ ജായകേ ക്യാ, അവൻ പോവുമോ. വോ ജായകേ ക്യാ, അവൻ പോവുമോ അവൻ. വോ ജായകി ക്യാ, അവൾ പോവുമോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വക എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരാണിനെ കുറിച്ച് പറയാനാണ്. അവസാനം ഗാ വന്നു. ഓക്കെ, ഫ്യൂച്ചറാണ്. അപ്പോൾ വോ ജായകേ ക്യാ, അവൻ പോവുമോ. വോ ജായകി ക്യാ, അവൾ പോവുമോ. യേ ക്യാ ഹേ, ഇതെന്താണ്. യേ ക്യാ ഹേ, ഇതെന്താണ്. ടീക്കെ, യേ ക്യാ ഹേ, ഇതെന്താണ്. ക്യാ ഹേ, തെറ്റുണ്ടോ. തെറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കണമെന്നാണ് പറയുന്നത്. ക്യാ ഹേ യേ ക്യാ ഹേ, രണ്ടും തെറ്റല്ല. ഓക്കെ, ഇതെന്താണ് എന്ന് തന്നെയാണ് അർത്ഥം. വോ ക്യാ ഹേ, അതെന്താണ്. ക്യാ ഹേ വോ. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് രണ്ടും പറഞ്ഞ് പഠിക്കണം. ഓക്കെ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ തെറ്റിക്കാതിരിക്കണം. ടീക്കെ, പാനി ബോട്ടിലേക്കാ, നമ്മൾ സ്റ്റേഷനിൽ പോയി ചോദിക്കുന്നതല്ലേ, പാനി ബോത്തിലേക്കാ എന്ന് പറയും. എന്താണ്, വെള്ളക്കുപ്പി ഉണ്ടോ. പാനി ബോത്തൽ ഹേക്കാ, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, വെള്ളക്കുപ്പി ഉണ്ടോ. പാനി ബോത്തൽ ഹേക്കാ, പാനി ബോത്തൽ ഹേക്കാ. ചായ ഹേക്കാ, ചായ ഹേക്കാ, ചായ ഉണ്ടോ. കോഫി ഹേക്കാ, കോഫി ഉണ്ടോ. ഷോപ്പിൽ പോയി, ദുക്കാനിൽ പോയി, ദൂത് ഹേക്കാ, ചായ പാലുണ്ടോ. അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാൻ നമ്മൾ ഹേക്ക എന്നല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ചായ ഹേക്ക, ദൂത് ഹേക്ക, അല്ലെങ്കിൽ പാനി ബോത്തൽ ഹേക്ക, ലേസ് ഹേക്ക, എന്തും നമുക്ക് ചോദിക്കാം അല്ലേ. യഹാ ദഹി ഹേക്ക, ഇവിടെ തൈരുണ്ടോ. ഈ ഷോപ്പിൽ തൈരുണ്ടോ. യഹാ ദഹി ഹേക്ക, ഒരു ഷോപ്പിൽ പോയി ചോദിക്കുകയാണ്. യഹാ ദഹി ഹേക്ക, ദഹി തന്നെ ചോദിക്കണം. നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് വേറെ ഒന്നും ചോദിക്കണമെങ്കിൽ ഇതേ രീതിയിലല്ലേ ചോദിക്കുക. അപ്പോൾ ദഹിക്ക് പകരം നമുക്ക് വേറെ ഉപയോഗിച്ചൂടെ. അങ്ങനെയാണ്. ഓക്കെ, കളർ പെൻസിലേക്കാ, ആ കളർ പെൻസിലേക്കാ. ഓക്കെ, ആണോ എന്ന് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ക്യാ ഉപയോഗിച്ചു. അതുപോലെ തന്നെയാണ് ആണോ എന്ന് ചോദിക്കാൻ. അല്ലെ, ആണോ. ആജ് മംഗൾവാരേക്കാ, ഇന്ന് ചൊവ്വാഴ്ചയാണോ. സോമവാർ, മംഗൾവാർ, ബുധവാർ, ബൃഹസ്പതിവാർ, ശുക്രവാർ, ശനിവാർ, രവിവാർ, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആജ് മംഗൾവാരേക്കാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന്
ചൊവ്വാഴ്ചയാണോ, ആജ് സോമവാറേക്കാ, ഇന്ന് തിങ്കളാഴ്ചയാണോ, ആജ് ബുധവാറേക്കാ, ഇന്ന് ബുധനാഴ്ചയാണോ, ആജ് ഗുരുവാറേക്കാ, അല്ലെ ആജ് ബൃഹസ്പതിവാറേക്കാ, ഇന്ന് വ്യാഴാഴ്ചയാണോ, ആജ് ശുക്രവാറേക്കാ, ഇന്ന് വെള്ളിയാഴ്ചയാണോ, ആജ് ശനിവാറേക്കാ, ഇന്ന് ശനിയാഴ്ചയാണോ, ആജ് രവിവാറേക്കാ, ഇന്ന് ഞായറാഴ്ചയാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ആജ് 21 താരീഖേക്കാ, ഇന്ന് ആജ് 21 താരീഖേക്കാ, അല്ലെ ആജ് 2 താരീഖേക്കാ, ആജ് 3 താരീഖേക്കാ, ആജ് 3 सितंबर है क्या, आज 3 सितंबर है क्या, നമ്മൾ ചോദിക്കും അല്ലെ. യാർ ആജ് 3 സിതംബർ, ആജ് 3 സിതംബർ है क्या എന്നുകൊണ്ട് എന്താണ്, ഇന്ന് 3 സെപ്റ്റംബർ ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മൾ ഈ ഹേക്ക എന്ന് ഉപയോഗിക്കാം. വോ പുരാണേക്ക, അത് പഴയതാണോ, വോ പുരാണേക്ക, അത് പഴയതാണോ, ഏ പുരാണേക്ക, ഇത് പഴയതാണോ. ഓക്കെ, ഏ പുരാണി ഹേക്ക, കലം, പെന്ന്, പെന്ന് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഈ പുരാണി ഹേക്ക, ഇത് പുരാണി ഹേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പഴയതാണോ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആജ് ക്യാ പ്രോഗ്രാം ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ പരിപാടി എന്താണ്, ആജ് ക്യാ പ്ലാൻ ഹെ, ആജ് ക്യാ പ്രോഗ്രാം ഹെ, ക്യാ പ്രോഗ്രാം ഹെ ആജ്, തെറ്റുണ്ടോ, ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് ക്യാ ഉപയോഗിക്കാം. ഓക്കെ, ആജ് ക്യാ പ്രോഗ്രാം ഹെ, ഇന്നത്തെ പരിപാടി എന്താണ്, ക്യാ പ്രോഗ്രാം ഹെ ആജ്, രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്യാ കറൂം മേ, ഞാൻ എന്ത് ചെയ്യണം, മേ ക്യാ കറൂം. ഓക്കെ, മേ ക്യാ കറൂം, എന്ത് ചെയ്യും ഞാൻ. ക്യാ തുമേ ജാനാ ഹെ, ക്യാ തുമേ ജാനാ ഹെ, തുമേ ജാനാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പോകണം എന്നാണ്. അവിടെ ഞാൻ ക്യാ അങ്ങ് ആഡ് ചെയ്തു, എന്തായി, ക്യാ തുമേ ജാനാ ഹെ, തുമേ ജാനാ ഹെ ക്യാ, നിങ്ങൾക്ക് പോകണോ, ക്യാ തുമേ ജാനാ ഹെ, നിങ്ങൾക്ക് പോകണോ, രണ്ടും തെറ്റില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാ ഗിറ, ടീക്കേ, പെണ്ണ് വീണു, ക്യാ ഗിറ, ക്യാ ഗിറ, എന്ത് വീണു. ഓക്കെ, പെണ്ണാണെങ്കിൽ പിന്നെ ക്യാ ഗിറി എന്ന് പറയണം, കാരണം പെണ്ണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതൊക്കെ, ബട്ട് നമുക്കറിയത്തില്ല എന്താ വീണത്. അപ്പം ക്യാ ഗിറ, എന്താണ് വീണത്. ക്യാ ലിയ, എന്താണ് എടുത്തത്. ക്യാ ലിയ, എന്താണ് എടുത്തത്. ക്യാ ഖരീദ, എന്താണ് വാങ്ങിയത്. ക്യാ ഖരീദ, എന്താണ് വാങ്ങിയത്. ക്യാ മാങ്ക, എന്താണ് ചോദിച്ചത്. ക്യാ പൂച്ച, എന്താണ് ചോദിച്ചത്. ക്യാ കഹ, എന്താണ് പറഞ്ഞത്. ക്യാ ബോല, എന്താണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക്. ക്യാ കർണാ ഹെ, ക്യാ കരെ, എന്ത് ചെയ്യണം എന്നാണ് അല്ലേ. ക്യാ കർണാ ഹെ, ക്യാ കരെ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ചെയ്യണം എന്നാണ്. ക്യാ കിയ, ക്യാ കിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു. ഓക്കെ, ക്യാ കിയ, എന്ത് ചെയ്തു. ഓക്കെ, തൂനെ ക്യാ കിയ, നിങ്ങൾ എന്ത് ചെയ്തു. നീ എന്ത് ചെയ്തു. ടീക്കെ, തുമ്നെ ക്യാ കിയ, നിങ്ങൾ എന്ത് ചെയ്തു. ക്യാ കിയ. ക്യാ കറും, എന്ത് ചെയ്യും. ക്യാ കറും, എന്ത് ചെയ്യും. ക്യാ കർ സക്താ ഹും, എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാ കർ സക്താ ഹും, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ, എന്ത് ചെയ്യാൻ കഴിയും. രണ്ട് രീതിയിലും പറയാം. ക്യാ കർണ പടേക, എന്ത് ചെയ്യേണ്ടി വരും. ക്യാ കർണ പടേക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഈ കർണ എന്നുള്ളതിനുള്ള ഓരോ രൂപങ്ങൾ നോക്കുക അല്ലേ. ക്യാ കർണ ഹെ, ക്യാ കറും, അല്ലെങ്കിൽ ക്യാ കിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു എന്നാണ്. ക്യാ കിയ. ക്യാ കറും, എന്ത് ചെയ്യും. ക്യാ കർ സക്താഹും, എന്ത് ചെയ്യാൻ കഴിയും. ക്യാ കർണ പടേക, എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്യാ ക്യ. ക്യാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാ അല്ലേ. ക്യാ ക്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ. ടീക്കേ, ക്യാ ക്യാ ഖരീദിനാ ഹെ, എന്തൊക്കെ വാങ്ങണം. പച്ചക്കറി കടയിൽ പോകണം, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്യാ ക്യ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാ ക്യാ കഹ, എന്തൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു, ഒരു കാര്യം എന്നല്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാ ക്യാ കഹ, എന്തൊക്കെ പറഞ്ഞു. ക്യാ ക്യാ സുന, നീ എന്തൊക്കെയാണ് കേട്ടത്. ക്യാ ക്യാ സുന. ക്യാ ക്യാ പൂച്ച, എന്തൊക്കെയാണ് ചോദിച്ചത്. ഓക്കെ, അത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി അല്ലേ. ക്യാ എന്താണ്, ക്യാ ക്യാ എന്താണ്. ക്യാ ക്യാ കറും, യാർ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. ക്യാ ക്യാ കറും ഭായി ബता, एक काम थोड़ी है 100 काम है, 100 काम है, तो एक काम थोड़ी है 100 काम कर रहा हूँ मैं, तो क्या क्या करूँ यार तू बता. कितने काम करूँ मैं. मैं भी तो एक आदमी हूँ. कितने काम कराओगे मेरे से. कितने क्या क्या काम कराओगे എന്നൊക്കെ നമുക്ക് ക്യാ ക്യാ എന്ന രീതിയിൽ സംസാരിക്കാം അല്ലേ. അപ്പം നിങ്ങൾ ഇനി തെറ്റിക്കില്ല അല്ലേ. ക്യാ 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 എന്ന് നിങ്ങൾ തെറ്റിക്കില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എത്രയും പെട്ടെന്ന് തന്നെ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക, അവർക്കും ഉപകാരപ്രദമാവും. ഓക്കെ, അപ്പോൾ കമൻസ് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.